അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ അവരുടെ അധരങ്ങളിൽ, അവർ വിവരിക്കുന്ന മേഖലകളിൽ, അവരുടെ ഭവനങ്ങളിൽ, ഏതേത് മേഖലകളിലൂടെയൊക്കെ അവർ സഞ്ചരിക്കുമോ അവിടെയെല്ലാം ഈ മഹത്തായ തക്ബീർ ധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. അയ്യാമുൽ മഅലൂമാത്ത്, അറിയപ്പെടുന്ന ചില പ്രത്യേക ദിനങ്ങൾ, അഥവാ ഈ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങളിൽ ഈ മഹത്തായ കർമ്മങ്ങൾ ഉൾപ്പെടെ ധാരാളം ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദിക്റുകളിലൊക്കെ നമുക്ക് വ്യാപൃതമാകാവുന്നതാണ്. അതിന് പ്രത്യേകമായ സമയം കണ്ടെത്തേണ്ടതില്ല, സ്ഥലം കണ്ടെത്തേണ്ടതില്ല, പ്രത്യേകമായ മുന്നൊരുക്കം നടത്തേണ്ടതില്ല, പ്രത്യേകമായി നമ്മൾ ഒന്ന് തയ്യാറാകേണ്ടതില്ല. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ വിഹരിക്കുന്നുവോ അതിന്റെ പവിത്രതയും പരിപാവനത്വവും പരിരക്ഷിക്കപ്പെടുന്ന ഏതേത് മേഖലകളിലൂടെ സഞ്ചരിക്കുന്നു അവിടെ എല്ലാം നമുക്ക് ഈ ദിക്റുകൾ പറയുകയും ഉച്ചരിക്കുകയും ചെയ്യാവുന്നതാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനമുണ്ട്. രണ്ട് വാക്യങ്ങളുണ്ട്. ആ 2 വാക്യങ്ങൾ നമ്മുടെ നാവിന് വളരെ ലളിതമാണ്, എന്നാൽ നമ്മുടെ തുലാസിന് ഏറെ കനം കൂട്ടുന്നതാണ്. സർവോപരി റഹ്മാനായ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരവുമാണ്. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഇലൽ ഫിൽ മീസാൻ വഹബീബത്താനി ഇല റഹ്മാൻ. 2 വചനങ്ങളുണ്ട്. അത് നാവിന് വളരെ എളുപ്പമാണ്. വസഖീലത്താനി ഫിൽ മീസാൻ, യൗമുൽ ഖിയാമയിൽ നമ്മുടെ നന്മ തിന്മകൾ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി നോക്കുന്ന തുലാസിൽ, നന്മയുടെ തുലാസിന്റെ ഭാഗത്ത് ഏറെ ഖനമുണ്ടാക്കുന്നതാണ് ഈ 2 വചനങ്ങൾ. സർവോപരി റഹ്മാനും റഹീമുമായ അള്ളാഹുവിന് ഏറ്റവും ഏറെ പ്രിയങ്കരവുമാണ്. അള്ളാഹുവിന്റെ പ്രിയം നേടാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രിയം മുൻനിർത്തി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമമുള്ളത്. അപ്പോൾ ഈ മഹത്തായ വചനങ്ങൾ 100 വട്ടമോ 1000 വട്ടമോ എത്ര വട്ടമാണോ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദിവസം, പരമാവധി അത്രയും നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്: മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ. 100 പ്രാവശ്യം ആരൊരുവരാണ് ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പ്രഖ്യാപിക്കുന്നത്, അവൻ കടലോളം പാപക്കറയുമായിട്ടാണ് വരുന്നതെങ്കിൽ ആ പാപം മുഴുവനും പുറത്തു മാപ്പ് നൽകാൻ ആ ഒരൊറ്റ വചനം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മാനും റഹീമുമാണ്. അവന്റെ ആ കാരുണ്യം നേടിയെടുക്കുവാൻ, ആ അനുഗ്രഹം ഒരുക്കി വെച്ചത് നേടിയെടുക്കുവാൻ സാധ്യമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. നാം അന്വേഷിച്ചിട്ടില്ല എങ്കിൽ, ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, നാം മറന്നു പോവുകയോ അശ്രദ്ധമാവുകയോ ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെയും പരിഗണിക്കുകയില്ല. അള്ളാഹുവിനെ ഓർക്കുന്നിടത്തോളം അള്ളാഹു നമ്മളെ ഓർക്കും. അള്ളാഹുവിനെ നാം ഓർത്തില്ലെങ്കിലോ യൗമുൽ ഖിയാമയിൽ നമ്മൾ അന്ധരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് വരെയും ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആയതിനാൽ അള്ളാഹു അനുഗ്രഹം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഈ മഹത്തായ വചനങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഈ ദിനരാത്രങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.